നമ്മൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് കർപ്പൂരം കൂടെ പൊടിച്ച് ചേർക്കാം. ഒന്ന് പൊതിഞ്ഞ് കബോർഡിനകത്ത് ഗ്ലാസ് വെക്കുന്നിടത്ത്, അതേപോലെ നമ്മൾ കിച്ചണിൽ എവിടെയൊക്കെയാണോ സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടൊന്ന് പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഉടമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരും കേട്ടോ. പല്ലി, പാറ്റ ഈ ശല്യമൊന്നും ഉണ്ടാവില്ല. ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അവിടെ എങ്ങും ഒരു പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വന്ന് കൂട് വയ്ക്കത്തില്ല. കാരണം കബോർഡിനകത്തൊക്കെ വന്ന് എപ്പോഴും പല്ലിയൊക്കെ വന്ന് കൂട് കൂട്ടിയിട്ട് മുട്ടയിട്ട് പാറ്റയൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പാറ്റയും പല്ലിയും ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ ഉള്ളിക്കൊട്ടയുടെ അടുത്ത്, കിഴങ്ങൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയൊന്നും വന്ന് നമുക്ക് ശല്യം ചെയ്യില്ല, അതൊന്നും വന്ന് നക്കില്ല കേട്ടോ. ഇതേപോലെ ടിഷ്യൂ പേപ്പർ ആകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരും. നമ്മൾ സാധാ പേപ്പർ ആകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് കിട്ടത്തില്ല കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ച് വേണം കൊണ്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വേണം വരാൻ. അപ്പോൾ എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയുടെ ചെവിട് ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കരുത്, അതിനകത്ത് ആ കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ല് നിൽക്കും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വലിയ കുപ്പി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കലക്കിയെടുക്കാനൊക്കെ പറ്റും. ഇതിനകത്തോട്ട് ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പൊടിയുപ്പും കൂടി ഇട്ട് കൊടുക്കാം. പൊടിയുപ്പ് പറഞ്ഞ കണക്ക് ഒച്ച് അങ്ങനെയൊക്കെയുള്ള ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് മുറ്റത്തൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ താണ്ടെ ഗ്രാമ്പു പൊടിച്ചതാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ്. ഗ്രാമ്പു പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഇത് 3 മാത്രം മതി. നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അതല്ല എങ്കിൽ സാധാ നമ്മുടെ കുപ്പിയുണ്ടല്ലോ അതിനകത്ത് മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിനകത്ത് ഞാൻ കർപ്പൂരം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 കർപ്പൂരമോ 3 കർപ്പൂരമോ എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് പൊടിച്ചിട്ട് കൊടുക്കാം. അടിഭാഗത്ത് അതുപോലെ വണ്ടികളൊക്കെ ഇടുന്ന സ്ഥലത്തൊക്കെ എലി കയറി വണ്ടിയുടെ അകത്തൂടെയൊക്കെ കയറിയിട്ട് എല്ലാം ശല്യം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കാറിനടിയിൽ നിന്ന് ഓരോ എലികളൊക്കെ ശല്യം ചെയ്യും. കാരണം ഈ വയറിൻ ഫിറ്റ് അതുപോലെ തന്നെ AC ഫിൽറ്ററെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിന് ഒരുപാട് പൈസ കൊടുത്ത് വേണം നമ്മളതൊക്കെ മേടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ അതിന് അടിയിലൊക്കെ കാറിൻ്റെ അടിയിൽ വണ്ടിയുടെ അടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് എലി ശല്യം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത്, കിച്ചൻ്റെ ഭാഗത്ത്, വാതിൽപ്പടിയിലൊക്കെ ഉണ്ടല്ലോ പാമ്പ് അങ്ങനെയുള്ള ഒരു സാധനം വരില്ല ഈ ഒരു സ്മെല്ലടിച്ചിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വെള്ളം തൊണ്ട ബാക്കി ഞാൻ സിങ്കിനകത്തും വാഷ് ബേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമ്മൾ ബാത്റൂമിൻ്റെ സീവിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികൾ, പാറ്റ കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ വരില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വണ്ടികളൊക്കെ കിടക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എലിയും പാമ്പും ഒന്നും തന്നെ വണ്ടിക്കകത്തൊന്നും കയറിയിരിക്കില്ല. ഈസിയായ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചത്.